വെൽക്കം ബാക്ക് ടു Xylem Learning. അപ്പോൾ മക്കളെ 4 മാർക്കിന്റെ ചോദ്യം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ടാസ്ക് ഉള്ളതാണ്. പെട്ടെന്ന് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണമെങ്കിലും നിങ്ങൾക്ക് കോൺസെപ്റ്റ് പഠിച്ചാൽ മാത്രമേ 4 മാർക്കിന്റെ ചോദ്യം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ 4 മാർക്കിന്റെ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് മിസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് ആ ചോദ്യത്തിലേക്ക് പോകാം. കംപ്ലീറ്റ് ദ ഇല്ലസ്ട്രേഷൻ അപ്രോപ്രിയേറ്റ്ലി അല്ലേ, വാട്ട് ആർ ദ പാർട്ട് 1 and 2 ആൻഡ് റൈറ്റ് ദ ഫംഗ്ഷൻ 3 and 4 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയാൽ അറിയാം നമുക്ക് ഒരു ഫ്ലോ ചാർട്ട് ആണ് തന്നിട്ടുള്ളത്. ഈ ഫ്ലോ ചാർട്ടിന്റെ ബേസിസിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം തന്നിട്ട് എന്താണ്, നമ്മുടെ ബ്രെയിനിന്റെ സ്ട്രക്ചർ, മസ്തിഷ്കത്തിന്റെ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ചോദ്യം വന്നിട്ടുള്ളത്. 1, 2 നമ്മൾ ഫില്ല് ചെയ്യണം. അതുപോലെ തന്നെ 3, 4 എന്നിവയുടെ ധർമ്മം എഴുതാനാണ്, ഫംഗ്ഷൻ എഴുതാനാണ് ചോദ്യം. അപ്പൊ ഇവിടെ നമുക്ക് ആരൊക്കെ തന്നിട്ടുണ്ട്, മെഡുല ഒബ്ലോങ്കേറ്റ് തന്നിട്ടുണ്ട്, അതുപോലെ ഏതിന്റെയോ ഒന്നിന്റെ ഫംഗ്ഷനും തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ എഴുതണമെങ്കിൽ ഏറ്റവും ക്ലിയർ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഈ ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഇപ്പൊ തന്നെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാർക്ക് ചെയ്തു വെച്ചു. 4 മാർക്ക് ഇൻ ഇമ്പോർട്ടന്റ്, 4 മാർക്കിന്റെ ചോദ്യത്തിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചിത്രമാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഇവിടെ നോക്കുക, സെറിബെല്ലം കാണാം അല്ലെ, സെറിബെല്ലം, തലാമസ് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് ലാർജ് ആയിട്ടുള്ള ഭാഗം. ഇതിനെ നമ്മൾ സെറിബ്രം എന്നാണ് പറയുന്നത്. ഏറ്റവും വലിയ ഭാഗമാണ് മസ്തിഷ്കത്തിലെ. സെറിബ്രം എന്ന് പറയുന്നത് എവിടെയാണ്, നമ്മുടെ ചിന്ത, ബുദ്ധി, ആലോചന, നമ്മുടെ മെമ്മറി പവർ, നമ്മുടെ ഇമാജിനേഷൻ, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ സെറിബ്രമാണ്. അതുമാത്രമല്ല നമുക്ക് സെൻസറി എക്സ്പീരിയൻസസ്, കാണാനും കേൾക്കാനുമുള്ള എല്ലാ തരത്തിലുള്ള ഇന്ദ്രിയ അനുഭൂതി ഉണ്ടാക്കുന്നത് നമ്മുടെ സെറിബ്രം തന്നെയാണ്. ഇനി വോളണ്ടറി ആയിട്ടുള്ള നമ്മുടെ ആക്ഷൻസ്, ഓടാ ചാടാ, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളിലൂടെ ചെയ്യുക, അതൊക്കെ സെറിബ്രമാണ് കൺട്രോൾ ചെയ്യുന്നത്. രണ്ടാമത്തേത് നമ്മുടെ സെറിബെല്ലമാണ്. സെറിബ്രം ഇതാ ലാസ്റ്റ് ഈ ബാക്ക് സൈഡിൽ ഒരു പൂ പോലെ ഇരിക്കുന്ന ചിത്രം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവരാണ് നമ്മുടെ ബോഡി ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മസ്കുലാർ ആക്ടിവിറ്റി ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാ, നമ്മുടെ സെറിബെല്ലമാണ്. പിന്നെ ഇതാ താഴോട്ട് വരുന്നതിന് സമയത്ത് ഇവിടെ നിങ്ങൾക്ക് തലാമസ് കാണാം. തലാമസിന്റെ താഴെയായിട്ട് ഹൈപ്പോ തലാമസും കാണാം. തലാമസ് എന്ന് പറയുന്നത് ആന്തരഭാഗത്ത് കാണപ്പെടുന്നു. സെറിബ്രത്തിലേക്കും അതുപോലെ സെറിബ്രത്തിൽ നിന്നുള്ള സന്ദേശങ്ങൾ പുനഃപ്രസരണ കേന്ദ്രം, ഒരു റിലേ സ്റ്റേഷൻ ആയിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ് ആര്, നമ്മുടെ തലാമസ് എന്ന് പറയുന്നത്. താഴെ കാണുന്ന ഹൈപ്പോ തലാമസ് എന്ന് പറയുന്നതോ ശരീരോഷ്മാവ്, വിശപ്പ്, ദാഹം, വികാരങ്ങൾ തുടങ്ങിയ വിവിധ ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ച ആന്തര സമസ്ഥിതി, നമ്മുടെ ഇന്റേണൽ ബോഡി ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഹൈപ്പോ തലാമസ് ആണ്. അതുപോലെ തന്നെ താഴേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മിഡ് ബ്രെയിൻ കാണാം. ഏറ്റവും സെൻട്രൽ ആയിട്ട് ഇവിടെ ഈ ഒരു ഭാഗത്താണ് മിഡ് ബ്രെയിൻ വരുന്നത്. അതുകൂടാതെ ഇവിടെ പോൺസ് കാണാം. താഴെ ഇതാ മെഡുല്ല ഒബ്ലോങ്കേറ്റയും കാണാം. മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്ന് പറയുന്നതാണ് നമ്മുടെ ബ്രെയിൻ സ്റ്റെമ്മിന്റെ ഭാഗമായിട്ട് വരുന്നത്. എന്തിന്റെ, ബ്രെയിൻ സ്റ്റെമ്മിന്റെ ഭാഗങ്ങളായിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ ചോദ്യത്തിലുള്ളതും എന്താണ്, ബ്രെയിൻ സ്റ്റെം ആണ് ചോദിച്ചുള്ളത്. സോ ബ്രെയിൻ സ്റ്റെമ്മിൽ നമ്മൾ കാണുന്ന 3 ആൾക്കാർ ഏതൊക്കെയാ, മിഡ് ബ്രെയിൻ, അതുപോലെ പോൺസ്, മൂന്നാമത്തേത് മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ്. അപ്പൊ നമ്മൾ അത് എഴുതി, മിഡ് ബ്രെയിൻ, പോൺസ്, ഒന്നാമത്തെ മിഡ് ബ്രെയിൻ, രണ്ടാമത്തെ പോൺസ്. ഇനി ഓരോന്നിനും ഫംഗ്ഷനും ഇവിടെ നമുക്ക് പറയാം. മിഡ് ബ്രെയിൻ ഇനീഷ്യൽ അസസ്മെന്റ് ഓഫ് മെസ്സേജ് റിഗാർഡിംഗ് വിഷൻ, ഹിയറിംഗ്, ബട്ട് ആസ് എ റോൾ ഇൻ മൂവ്മെന്റ് ഓഫ് ഐസ് ഇൻ ദ ഐബ്രോ. നമ്മളെ കണ്ണുകൊണ്ട് ടടാനാക്കില്ലേ, അവ കണ്ണുകൊണ്ടും അതുപോലെ തന്നെ പിരികം കൊണ്ടുള്ള ചലനമൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന മിഡ് ബ്രെയിൻ ആണ് അല്ലെ. ചലനത്തിൽ ഈ ഭാഗത്തിന് പങ്കുണ്ട്. രണ്ടാമത്തേത് പോൺസ് ആണ്. കണ്ണിലും മുഖത്തുമുള്ള പേശികളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു. ശ്വാസോച്ഛ്വാസ നിരക്കിനെ, നമ്മുടെ ബ്രീത്ത് റേറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാ, നമ്മുടെ പോൺസ് ആണ്. ഇനിയോ മെഡുല്ല ഒബ്ലോങ്കേറ്റയോ കൺട്രോൾ ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ് ലൈക്ക് ഹാർട്ട് ബീറ്റ്, വെന്റിലേഷൻ, വോമിറ്റിംഗ്, കഫ്, സ്നീസിങ്. നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഹാർട്ട് ബീറ്റ്, ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലോങ്കേറ്റ ആണ്. അതുപോലെ നമുക്ക് പെട്ടെന്ന് വരുന്ന വോമിറ്റിംഗ് ടെൻഡൻസി, പെട്ടെന്ന് ചുമക്കുന്നത്, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ ഇൻവോളണ്ടറി ആക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നതും ആരാണ്, നമ്മുടെ മെഡുല്ല ഒബ്ലോങ്കേറ്റ ആണ്. ഇവിടുത്തെ ചോദ്യത്തില് 3 and 4 ഫംഗ്ഷനും കൂടെ എഴുതണം. അപ്പൊ ഇതാ 3 നമ്മുടെ പോൺസ് ആണ്. എന്താണ് 2 എന്ന് പറയുന്ന പോൺസിന്റെ ഫംഗ്ഷൻ, കോർഡിനേറ്റ് മസ്കുലർ ആക്ടിവിറ്റി ഓഫ് ഐ ആൻഡ് ദ ഫേസ്, റെഗുലേറ്റ് ദ റേറ്റ് ഓഫ് വെന്റിലേഷൻ അല്ലെ. നമ്മുടെ കണ്ണിലും മുഖത്തുമുള്ള പേശിയുടെ ചലനം, ശ്വാസോച്ഛ്വാസ നിരക്ക് നിയന്ത്രിക്കുന്നു. ഇൻവോളണ്ടറി ആക്ടിവിറ്റി ആയിട്ടുള്ള ഹാർട്ട് ബീറ്റ്, വെന്റിലേഷൻ, വോമിറ്റിംഗ്, കഫിംഗ്, സ്നീസിംഗ് ഒക്കെ നിയന്ത്രിക്കുന്നതാണ് നമ്മുടെ മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്ന് പറയുന്നത്. സോ ഈ ചിത്രത്തിൽ നിന്ന് ഉറപ്പായിട്ടും ഒരു ചോദ്യം ഉണ്ടാകും. 4 മാർക്കിന്റെ തന്നെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. അപ്പൊ അത് നല്ല ക്ലിയർ കട്ട് ആയിട്ട് പഠിച്ചു വെക്കുക. സോ കൂടുതൽ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് മിസ് വീണ്ടും വരാം. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ഓർത്ത് വെക്കുക. നമ്മുടെ ബ്രെയിനിൽ നമ്മൾ കാണുന്നത് എന്താണ്, ന്യൂറോൺസ് വെച്ചിട്ടുള്ള സെല്ല് തന്നെയാണ് അല്ലെ. അപ്പൊ ന്യൂറോൺ വെച്ചിട്ടാണ് നമ്മുടെ ബ്രെയിൻ ഉള്ളതെന്ന് നമുക്കറിയാം. ഈ ബ്രെയിൻ എന്ന് പറയുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റം, കേന്ദ്ര നാഡീ വ്യവസ്ഥയുടെ ഭാഗമാണോ അതോ പെരിഫറൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നാഡീ വ്യവസ്ഥയുടെ ഭാഗമാണോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ. കൂടുതൽ അടിപൊളി ചോദ്യമായിട്ട് മിസ് വീണ്ടും വരാം. സോ ഓണ പരീക്ഷയ്ക്ക് ഉറപ്പിച്ച് വരുന്ന ചോദ്യമാണ്. ബൈ.